നിങ്ങൾ സ്വന്തമായിട്ടൊരു വീടില്ലാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ റുപ്പിമങ്ങനെ എല്ലാവർക്കും വീട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വീഡിയോ സീരീസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. പല ഇൻകം ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് എങ്ങനെയൊക്കെ വീടുകൾ വാങ്ങുന്നതിനായിട്ടുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഈ വീഡിയോ സീരീസിലൂടെ പറയുന്നത്. ഇന്ന് പറയാനായിട്ട് പോകുന്നത് അതിൽ തന്നെ ഏറ്റവും ചെറിയ വരുമാനമുള്ള സാധാരണക്കാരനായിട്ടുള്ള ആളുകൾക്ക് പറ്റുന്ന ഒരു ഗവൺമെൻറ് സ്കീമിനെ പറ്റിയിട്ടാണ്. മറ്റൊന്നുമല്ല, കഴിഞ്ഞ 10 വർഷമായിട്ട് 5 ലക്ഷത്തോളം വീടുകൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ലൈഫ് മിഷൻ പദ്ധതിയെ പറ്റിയിട്ടാണ് ഇന്ന് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഏതൊരു മലയാളിക്കും ഒരു കുറച്ച് സ്ഥലവും അതിലൊരു കൊച്ചു വീടും ഉണ്ടാവുക എന്നുള്ളത് ഒരു സ്വപ്നമാണ്. പക്ഷേ സമ്പാദ്യത്തിൻ്റെ കുറവ്, പണപ്പെരുപ്പം, മറ്റുള്ള ജീവിത ചെലവുകൾ ഒക്കെ കാരണം ആ സ്വപ്നം എപ്പോഴും ഒരു കനലായിട്ട് ആളുകളുടെ ഉള്ളിൽ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരം ആളുകൾക്ക് കേരള സർക്കാരിൻ്റെ ലൈഫ് മിഷൻ പദ്ധതി വഴി ആ സ്വപ്നത്തിലേക്ക് ഒരു വാതിൽ തുറക്കാനായിട്ട് പോവുകയാണ്. ഈ പദ്ധതിയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും അത് അപേക്ഷിക്കേണ്ട രീതിയും അത് എങ്ങനെ നെക്സ്റ്റ് സ്റ്റെപ്പുകളിലേക്ക് പോകാം എന്നുള്ളതും വളരെ ലളിതമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് ലൈഫ് പദ്ധതിയുടെ യോഗ്യതകൾ ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ളത് മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കേരളത്തിൽ സ്ഥിരതാമസമായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ലൈഫ് പദ്ധതിക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. രണ്ടാമതായിട്ട് നിങ്ങളുടെ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. അതായത് ഒരു മാസം ആവറേജ് ഒരു 25,000 രൂപയിൽ താഴെ മാത്രം വരുമാനമുള്ള കുടുംബങ്ങൾക്കാണ് ഇത് അപ്ലിക്കബിൾ ആവുക. ലളിതമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ഒരു കച്ചവടമോ കൂലിപ്പണിയോ ഒക്കെയുള്ള സാധാരണക്കാർക്ക് അവരുടെ പേരിൽ മറ്റ് വീടുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷിക്കാവുന്ന ഒരു പദ്ധതിയാണ് ഈ ലൈഫ് മിഷൻ പദ്ധതി. മറ്റ് താമസയോഗ്യമായിട്ടുള്ള വീടുകളുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീട് കിട്ടാനുള്ള സാധ്യതയില്ല. അതുപോലെ വിധവകൾ, ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർ, പട്ടികജാതി പട്ടികവർഗ ആളുകൾ, ഇത്തരം ആളുകൾക്ക് ഒരു പ്രയോറിറ്റി മുൻഗണന ലഭിക്കാനുള്ള സാധ്യതയും ഇതിലുണ്ട്. ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ റുപ്പിമങ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ ഇതുവരെയും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് അമർത്താനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കും. ഇനി എങ്ങനെയാണ് ഈ ലൈഫ് മിഷൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുക എന്ന് നോക്കാം. പലരും വിചാരിക്കുന്നത് പഞ്ചായത്ത് ഓഫീസും വില്ലേജ് ഓഫീസും ഒക്കെ കയറി ഇറങ്ങണം എന്നാണ് പലരും വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ lifemission.kerala.gov.in എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്ത് അതിലേക്ക് വരുന്ന ഒരു OTP ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ സൈറ്റിൽ ലോഗിൻ ചെയ്യാം. നിങ്ങളുടെ റേഷൻ കാർഡ്, ആധാർ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, സ്ഥലമുണ്ടെങ്കിൽ സ്ഥലത്തിൻ്റെ രേഖകൾ സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ ഫോമുകൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിൻ്റെയോ മുനിസിപ്പാലിറ്റിയിലെയോ കോർപ്പറേഷനിലെയോ ലിസ്റ്റിനനുസരിച്ച് ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ സ്ഥലത്തും വന്ന് നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും. അതിനുശേഷം ആ അലോക്കേഷൻ ആകുന്നതിന് ഒരു അന്തിമ പട്ടിക തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള രേഖകളാണ്, നിങ്ങൾ മറ്റുള്ള ആളുകളേക്കാൾ വീട് വേണ്ട കാറ്റഗറിയിൽ പെട്ട ആളാണ് എന്ന് അവിടുത്തെ വെരിഫിക്കേഷനിൽ മനസ്സിലാവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ആനുകൂല്യം ലഭിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും നിങ്ങളുടെ കയ്യിലുള്ള സമ്പാദ്യവും സർക്കാർ തരുന്ന ചെറിയ സഹായവും ഉപയോഗിച്ച് പലപ്പോഴും വീട് പണി പൂർത്തിയാക്കാനായിട്ട് സാധിക്കാറില്ല. അങ്ങനെയുള്ള സമയത്ത് ഉപയോഗിക്കുന്നതിനായിട്ട് ചെറിയ രീതിയിലുള്ള സമ്പാദ്യങ്ങൾ നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. പ്രധാനമായിട്ടും പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങൾ, അല്ലെങ്കിൽ KSFEയിലുള്ള കുറികൾ പോലുള്ള സംവിധാനങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ ബാങ്കുകളിലെ റിക്കറിങ് നിക്ഷേപങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വേണം നിങ്ങൾക്ക് നിങ്ങളുടെ സേവിങ്സ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. തീർച്ചയായും വീട് വെക്കുക എന്നുള്ളത് വളരെ വലിയൊരു കടമ്പയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവെക്കുന്നതിനായിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഈ ചാനലിലെ മറ്റുള്ള വീഡിയോകൾ കാണാം. അതുമായിട്ട് ബന്ധപ്പെട്ട് 2 വീഡിയോകളാണ് ഇവിടെ കാണുന്നത്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുമാത്രമല്ല, നിങ്ങൾക്കൊരു ഫോക്കസ്ഡ് ആയിട്ടുള്ള സപ്പോർട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.